Yalla Habibi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനെക്കുറിച്ചിട്ട് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ സംസാരിക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കൂ. വെറുതെ ആവില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒലിവിയ ഡിസൈൻസ് അടൂരിലുള്ളൊരു ഷോപ്പാണ്. ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ വീഡിയോസിൻ്റെ അകത്തൊക്കെ അവർ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ആ ഒരു വിഷയം ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതൊരു റീൽ വീഡിയോ ഇടുന്നു. അതിൻ്റെ അകത്ത് അവർ എന്താ പറയുക, ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നല്ല അഭിപ്രായമാണെങ്കിലും മോശമായ അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ എന്തഭിപ്രായമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ റീലിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഏകദേശം 1500 ചില്ലറയുടെ മേളിൽ കോമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒട്ടുമിക്ക കോമൻസ് ഞാൻ കൊത്തിയിരുന്ന് വായിച്ചു നോക്കി. അപ്പോൾ അതിൽ ഭൂരിഭാഗം വരുന്ന കോമൻറ്റുകളും ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാർക്കും പല തരത്തിലുള്ള അനുഭവങ്ങൾ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഈ ഇൻ്റർവ്യൂസിന് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് ആളുകൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവർക്കൊക്കെ വേണമെങ്കിൽ പറയാം, ഇത് അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്ന പരിപാടികളാണ്, ആ സ്ഥാപനത്തിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ള രീതിയിലൊക്കെ പറയാം. അത് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് തോന്നിയത്, ഇതിപ്പോൾ അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ തന്നെ ഇപ്പുറത്ത് ഒബ്വിയസ്ലി ഇതിപ്പോൾ ജെനുവിനായിട്ട് തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പുറത്തും ഉണ്ടാവേണ്ടതല്ലേ? അവരുടെ കുറച്ച് കമൻറ്റുകളും നമ്മൾ അവിടെ കാണേണ്ടതല്ലേ? സോ അത്തരത്തിലുള്ള കമൻറ്റുകളൊന്നും അവിടെ അങ്ങനെ കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു സംഭവമാണ്. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല അത്ര കാര്യമായിട്ട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന കമൻറ്റുകളൊന്നും ഞാൻ ആ വീഡിയോൻ്റെ താഴെ ആക്ച്വലി കണ്ടില്ല. ഭൂരിഭാഗവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആക്ച്വലി കണ്ടത്. പിന്നെ ഇതൊന്ന് കാര്യമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഒലിവിയ ഡിസൈനിൻ്റെ അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറി നോക്കിയത്. അവിടെ 3 ലക്ഷം ചില്ലറ ഫോളോവേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് കേട്ടോ. വലിയൊരു പേജാണ്, വലിയൊരു സ്ഥാപനമൊക്കെയാണത്. എനിക്ക് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരിക്കലും അറിയാത്ത കാര്യം വിലയിരുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അത് വേറെ വിഷയം, അത് പോട്ടെ. അപ്പോൾ ഞാൻ അവരുടെ ഇതിലേക്ക് കയറി നോക്കിയ സമയത്ത് അവരുടെ 1-2 റീൽ വീഡിയോ പരിപാടികളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്താണെങ്കിൽ അവർ കമൻറ്റ് ബോക്സ് ആണെങ്കിൽ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കമൻറ്റുകളിൽ നിന്നും നമുക്ക് അവിടെ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. അവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണ്? ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ആ ഒരു റീൽ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് കാണുന്നത്. അതാണെന്നുണ്ടെങ്കിൽ പൂര നെഗറ്റീവ്. പിന്നെ ഇവിടെ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് പോലും കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അവിടെയും ഭൂരിഭാഗം വരുന്ന ആളുകളും ആ ഒരു ഷോപ്പിൽ നിന്നുണ്ടായ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും പങ്കുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ സാധാരണക്കാരായുള്ള ആൾക്കാരാണ്, നമ്മളിതൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു, അത് ഡിസ്കസ് ചെയ്യപ്പെടും. സോഷ്യൽ മീഡിയ ആണ്, ഡിസ്കസ് ചെയ്യപ്പെടും. അതിനാണല്ലോ ഈ റിവ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ പറയുന്നത്. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ഇത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്ക് പല ഇടങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ അവർ കമൻറ്റിലൂടെയും വീഡിയോയിലൂടെയൊക്കെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഈ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ റീൽ വീഡിയോ പോലെ തന്നെ ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഇരുന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒലിവിയ ഡിസൈൻസ് അടൂരിലുള്ള ഈ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നല്ല അനുഭവങ്ങളാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി ശ്രമിക്കൂ. ഇഫ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതെന്താണോ, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാമല്ലോ. പിന്നെ ഒരു മിനിറ്റ്, പിന്നെ ഇവരുടെ റീൽ വീഡിയോൻ്റെ അകത്ത് ഇവരുടെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി വീഡിയോസ് ഒക്കെ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഗംഭീര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് അവർ നൽകുന്നത്. ആരാണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊതിച്ചു പോകും. ലൈക്ക് 20,000 തൊട്ട് 40,000 വരെയൊക്കെയാണ് ഇവരുടെ ശമ്പളം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ 18 തൊട്ട് 28 ഇടയിൽ പ്രായം വരുന്ന ആളുകളൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അടിപൊളിയാണ്. പിന്നെ 3 മണിക്കൂറൊക്കെ പണിയെടുത്താൽ മതി കേട്ടോ. 3 മണിക്കൂർ പണിയെടുത്താൽ മതി.
എന്താണ് ബാക്കിയുള്ള സമയങ്ങളൊക്കെ അടിച്ചു പൊളി, ഫുൾ പാട്ട് ഡാൻസ് ചില്ലാണ്. സി ആരാണെങ്കിലും കൊതിച്ചു പോവില്ലേ? നിങ്ങൾ പറ. ഞാൻ കൊതിച്ചു പോവില്ല കേട്ടാ. എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ പേടിയാണ്. ഞാൻ ആ വഴിക്ക് പോവില്ല. ഞാൻ ഇന്റർവ്യൂവിന് പോലും ഞാൻ ആ വഴിക്ക് പോവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും, 20,000 തൊട്ട് 40,000 രൂപ ശമ്പളം, 3 മണിക്കൂർ പണിയുള്ളൂ, പിന്നെ ഒരു ഫ്രീ അക്കോമഡേഷൻ ആണ്, ഫ്രീ ഫുഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമുക്കിത് കൊതിയാവും എന്നുള്ളതിനെക്കാട്ടിലും ഉപരി നമ്മൾ അപ്പുറത്ത് നിന്നുകൂടി ചിന്തിക്കണം, ഇതൊക്കെ ഇവരിങ്ങനെ വെറുതെ തരുമോ? ഇത്ര സിമ്പിൾ ആയിരിക്കുമോ പണി? ഇത്രയൊക്കെ ഓഫേഴ്സ് അവർ വെച്ച് നീട്ടുന്ന സമയത്ത്, നമ്മൾ നേരിട്ട് പോകുന്ന സമയത്ത്, നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങ് കയറുന്ന സമയത്ത് അതിൽ വേറെ കുറേ പണികളൊക്കെ മേ ബി കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രഷർ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലുമൊക്കെ മറ്റു വശങ്ങളും ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പോയി പെടുന്നതിനെക്കാട്ടിലും ഭേദം നമ്മൾ ഇവരുടെ ഓഫേഴ്സ് കണ്ടു കൊതിക്കുന്ന പോലെ തന്നെ അപ്പുറത്തുള്ള വശങ്ങളെ കുറിച്ചിട്ടും കൂടി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയിലേക്ക് എത്തിപ്പെടാതിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് കണ്ട് കൊതിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ, ഒരിക്കലും കുറ്റം പറയില്ല. കൊതി തോന്നും. ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് ജോലി ജോലി അത്യാവശ്യമായിരിക്കും, പൈസയ്ക്ക് അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. എന്താണ് പറയുക, വല്ലാത്തൊരു സ്റ്റേജിൽ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം അവരുടെയൊക്കെ എന്താണ് പറയുക, മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അതിലേക്ക് പോയി പെടുന്നതാണ്. പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് അങ്ങനെയൊക്കെ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആരും നിങ്ങൾക്ക് വെറുതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൈസ തരിക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫുഡ് തരിക, അങ്ങനെയൊന്നും ഇല്ല. അതിൻ്റെ പുറകിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവും. നിങ്ങൾക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പോയി പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഫ്രീ അക്കോമഡേഷൻ ഫുഡ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവരുടെ റീൽ വീഡിയോയിലും പരിപാടികളിലൊക്കെ ഇങ്ങനെ ഫ്രീ അക്കോമഡേഷൻ ഫുഡ് എന്നൊക്കെ അവർ വളരെ ചിരിച്ചു വളരെ പോസിറ്റീവായിട്ട് ബോസും പിന്നെ അവിടുത്തെ സ്റ്റാഫും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. രസമുണ്ട് അതൊക്കെ കാണാൻ. പക്ഷേ ഫ്രീ ഫുഡും പരിപാടികളൊന്നും അല്ലെന്ന് തോന്നുന്നു, ഒരു പുല്ലും ഇല്ലെന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഇന്ന് 1-2 വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് ഒരു വോയിസ് റെക്കോർഡ് കേട്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്താണ് അയാൾ ആരോടോ പറയുന്നൊരു കാര്യമാണ്, ലൈക്ക് നിങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കാശ് അടയ്ക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ഫൈൻ എന്തോ നിങ്ങൾ കെട്ടേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സീനായിട്ട് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ പുള്ളിക്കാരൻ ആരോടോ ഇരുന്ന് അടിക്കുന്ന ഒരു വോയിസ് റെക്കോർഡാണ് ആക്ച്വലി കേട്ടത്. അപ്പം അതൊക്കെ എന്ത് തരത്തിലുള്ള വർത്തമാനമാണ്? ഒരു റെസ്പെക്റ്റും ഇല്ല, അല്ലെങ്കിൽ ഒരുമാതിരി മനുഷ്യനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനമൊക്കെ അല്ലേ ആ പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് പുണ്ണാക്കിനാണ് ഈ പറഞ്ഞ ഫ്രീ ഫുഡ് അല്ല, ഫ്രീ അക്കോമഡേഷൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ദിസ് മച്ച് സാലറി ആൻഡ് 3 മണിക്കൂർ പണി, ബാക്കി സമയം അടിച്ചുപൊളി പാട്ട് ഡാൻസ് എന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതൊക്കെ കണ്ട് വിശ്വസിച്ചിട്ടായിരിക്കുമല്ലോ ആ വഴിയിലോട്ട് ആളുകൾ ആക്ച്വലി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിച്ച് വന്നിട്ട് അവിടെ ഫുഡും ആൾക്കാർ കഴിച്ചതിന് ശേഷം ആ ഫുഡിന്റെ പൈസ വേണം എന്നുള്ള രീതിയിലൊക്കെ ഒരുമാതിരി രീതിയിൽ ചോദിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത്, അത് കണ്ടുകൊണ്ടിരിക്കണ ഇപ്പം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരുമാതിരിയൊക്കെയാണ് ആക്ച്വലി തോന്നുന്നത്, ശോകമായിട്ടൊക്കെയാണ് ആക്ച്വലി തോന്നണത്. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഒരു വിഷയം ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ദയനീയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിലയിരുത്തുന്നില്ല, നമ്മൾ വിലയിരുത്താൻ ആരും അല്ല ഇത്. ഇപ്പോൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റുകളും, അതേപോലെ ഇപ്പം മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്ത വീഡിയോസിൻ്റെ താഴെ വന്ന കമൻറ്റുകളും, ഈ കമൻറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് ഭൂരിഭാഗവും ഈ സ്ഥാപനത്തിൽ നിന്നുണ്ടായ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെയൊക്കെ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കമൻസിൽ മാത്രം ഒതുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രാക്ടിക്കലി സംസാരിക്കുകയാണ്. കമൻസിൽ മാത്രം ഒതുങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി കാര്യമില്ല. കമൻസിലൂടെ വന്നു കഴിഞ്ഞാൽ ആ കമൻസ് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, നമ്മളെ പോലുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും എന്നുള്ളൊരു കാര്യമൊക്കെ സത്യമാണ്. മേ ബി അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് പറയുക, ആ സ്ഥാപനത്തിൻ്റെ കച്ചവടം മേ ബി ബാധിക്കാൻ സാധ്യതയുണ്ട്, അത് കുറയാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും അങ്ങനെ മാത്രമായിട്ട് കാര്യമില്ലല്ലോ. ഇത് കേസായിട്ട് പോകേണ്ട ഒരു വിഷയമാണ്. ഇഫ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തെളിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുക. അങ്ങനെ സമീപിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതിയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ അത് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിയമപരമായിട്ട് ന്യായപരമായിട്ട് നിങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പോയതിനു ശേഷം നിങ്ങൾക്ക് അങ്ങനെ കിട്ടേണ്ടതാണ്. നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ആക്ച്വലി ഉണ്ടാവേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാനും ഇവിടെ ഇരുന്നിട്ട് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സാധാരണ ഒരു
ഒരു ഇവിടുത്തെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അഭ്യർത്ഥിക്കുന്നത് നിയമപരമായിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇത് നിയമപരമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇതിൻ്റെ ന്യായം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതിൻ്റെ കൃത്യമായ കാര്യം എന്താണ് എന്നുള്ളൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നിയമപരമായിട്ടുള്ള രീതിയിൽ പോയാൽ തന്നെ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവത്തുള്ളൂ. അതർവൈസ് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഇപ്പോൾ ഇവരെന്താണ് ആഴ്ചയിൽ ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ആഴ്ചയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് എന്തിനാണ് ഇവർ ഈ ഇൻ്റർവ്യൂസ് നടത്തുന്നത് കണ്ടിന്യൂസ് ആയിട്ട്? ഇതെന്താ അവിടെ ആൾക്കാരൊന്നും നിൽക്കുന്നില്ലേ? ആൾക്കാരെന്താ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ടാണോ? ഇങ്ങനെ ഇൻ്റർവ്യൂസ് നടത്തുന്നു, കുറച്ച് കാലം അവിടെ ആൾക്കാർ നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ പറ്റാതെ ഇറങ്ങിപ്പോകുന്നു, പിന്നെ അടുത്ത ഇൻ്റർവ്യൂസ് കുറച്ച് ആൾക്കാർ കയറുന്നു, പിന്നെയും അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാതെ അവർ ഇറങ്ങിപ്പോകുന്നു, പിന്നെയും ഇൻ്റർവ്യൂസ്, പിന്നെയും ഇതിങ്ങനെ ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കമൻറ്റിലൂടെ മാത്രം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കമൻറ്റിലൂടെ മാത്രം ആൾക്കാർ പറഞ്ഞു തുടങ്ങുന്ന സമയത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥാപനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പോയിക്കോട്ടെ, പോണോണ്ട് ഇതൊന്നും തകരണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് അലിഗേഷനായിട്ട് മാത്രം നിൽക്കുന്ന സമയത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് തീരുമാനമാവാണ്ട് ഇതിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്ത സ്റ്റാഫുകൾ അതിൻ്റെ അകത്ത് കയറും, അടുത്ത ആൾക്കാർ ഇൻ്റർവ്യൂസിന് കയറും, അവർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, പിന്നെ എഗെയിൻ അടുത്ത ആൾക്കാർ മോശമായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെയും പുതിയ ആൾക്കാർ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതർവൈസ് ഇത് പിന്നെയും വേറെ ആൾക്കാർ ഇതിൽ ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ് ആക്ച്വലി ചെയ്യുക. അപ്പോൾ അതിന് പകരം ഇത്രയും കമന്റ് ഇട്ട എന്തോരം ആൾക്കാരാണ് 1500 ചിൽഡ്ര കൺമണിയുടെ വീഡിയോന്റെ താഴെ തന്നെയുണ്ട്. ഇവിടെ മറ്റു വീഡിയോസിന്റെ യൂട്യൂബേഴ്സിന്റെ വീഡിയോസിന്റെ താഴെ നോക്കണമെങ്കിൽ അവിടെയും നിറയുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇതിന് കൃത്യമായ തെളിവുകളും ഇവരുടെ ഭാഗത്ത് കൃത്യമായ ന്യായങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോയാൽ തന്നെ ഇതിനൊരു കൃത്യമായ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ? അങ്ങനെ ശ്രമിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വിശ്വസിക്കുക അല്ലെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഒരു കൃത്യമായ ഒരു രീതി. എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇവര് ഇത്രയും പേരില്ലേ, 1-2 ആൾക്കാരല്ലല്ലോ, ഇത്രയും ആൾക്കാരല്ലേ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് ഒരു നിയമപരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കാര്യമില്ല, നോ യൂസ്. ഇതിപ്പോ ഇങ്ങനെ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഈ കമന്റുകളും പരിപാടികളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഡിസ്കഷൻസ് നടത്തും, വീഡിയോസ് ചെയ്യും, 1-2 വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ എല്ലാവരും അടുത്ത കണ്ടന്റ് വരുന്ന സമയത്ത് അതിന്റെ പുറകെ പോകും, പിന്നെ അങ്ങനെ പോവും. ഇതിങ്ങനെ അങ്ങ് നിൽക്കും. ഇത് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നല്ലാണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും? ഒരിക്കലുമില്ല. അതാ ഞാൻ പറഞ്ഞ കമന്റിലൂടെ മാത്രം ഒതുങ്ങാണ്ട് ഇത് ഫർദർ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, നിയമപരമായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അത് അവർ തെളിയിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. നിങ്ങൾക്ക് അനുഭവസ്ഥർക്കുണ്ടായ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഷോപ്പിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് നേരിട്ടിട്ട് അവരതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൃത്യമായൊരു തീരുമാനം ഉണ്ടാകുമല്ലോ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി ഒലീവിയ ഡിസൈൻസിന്റെ അടൂരിലുള്ള ഒരു ഷോപ്പിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ അലിഗേഷൻസ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത്. നിങ്ങളുടെ ഭാഗം എന്താണ് നിങ്ങളുടെ സംഭവം, നിങ്ങളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ അലിഗേഷൻസ് ആണോ വന്നിരിക്കുന്നത്, നിങ്ങൾ അതിന് ക്ലിയർ എക്സ്പ്ലനേഷൻ നിങ്ങൾ പബ്ലിക്കിൽ കൊടുക്കേണ്ടതാണ്. പബ്ലിക്കിലേക്ക് കൊടുക്കേണ്ടതാണ്. പബ്ലിക്കിന് ഒരുപാട് ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ട്. ആ ക്ലാരിറ്റി നിങ്ങൾ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അവിടെ ഇവിടെ തൊടാതെ പറയലല്ല ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആളുകളെ പറഞ്ഞിരിക്കുന്ന ചില അലിഗേഷൻസ് ഉണ്ട്. ഈ സാലറിയുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതേപോലെ ഈ ഫുഡിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ ഫുഡ് ഫ്രീ ഫുഡാണെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആരോടോ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് ചീത്ത പറയുന്നതോ ഫൈന് കട്ടേണ്ടി വരുന്നൊക്കെയുള്ള രീതിയിലുള്ള റെക്കോർഡും പരിപാടികളൊക്കെ എന്തൊക്കെയോ റെക്കോർഡ്സൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതെല്ലാം അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ, അതിൻ്റെ ഡീറ്റെയിൽഡ് എന്താണ്, നിങ്ങളുടെ വേർഷൻ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വല്ല പ്രൂഫോ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്പ്ലനേഷൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളത് ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടതാണ്. കാര്യം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ, ഒലീവിയ ഡിസൈൻസിൻ്റെ ഭാഗത്ത് കൃത്യമായ ന്യായം ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യമാണെങ്കിൽ, നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പബ്ലിക്കിലേക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ, കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാണ്ട് പക്ഷെ നിങ്ങൾ എടിപിടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുന്നു. അതെന്താണ് നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്? നിങ്ങൾ കമന്റ് ബോക്സ് ലോക്ക് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് 1500 ചിൽഡ്രയുടെ മേളിൽ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ
ഇത് എന്താണ് പറയുക, ഇപ്പുറത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജെനുവിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇപ്പുറത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കമന്റ്സ് ഇവിടെ വരേണ്ടതില്ല, അത് കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലാണെങ്കിൽ നിങ്ങൾ ലോക്കും ചെയ്ത് വെച്ചിരിക്കുകയാണ് കമന്റ് ബോക്സ്. നിങ്ങൾ ഇനി എന്താണ് സ്ഥാപനം നിർത്തി വെക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഓൺലൈനിലുള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളങ്ങ് അടുത്ത റീൽ അങ്ങോട്ട് ഇടുകയാണ് ആക്ച്വലി ചെയ്തത് വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഒബ്വിയസ്ലി ആളുകൾ ചിന്തിക്കും എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ പൂട്ടി പോകേണ്ട കാര്യം എന്നുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സ്പേസ് ഉണ്ട്. കമന്റ് ബോക്സ് ഒന്നും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എവിഡൻസ് ഉണ്ട്, പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടങ്ങ് പോയി. ഇനിയിപ്പോൾ എന്തോ നാളെ രാവിലെ 11 മണിക്ക് എന്തോ അവർ കൂടുതൽ എക്സ്പ്ലനേഷൻ വരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നൊക്കെ പറയുന്നിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറ. എന്താണ് പറയുക, നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആക്ച്വലി ഇരിക്കുകയാണ്. നിങ്ങൾ പ്രൂഫും പരിപാടികളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നമ്മൾ അതും കേൾക്കാൻ റെഡിയാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങ് എതിർത്തേക്കാൻ, നിങ്ങളെങ്ങ് തല്ലി പൊളിച്ച് പമ്പര അടക്കിയേക്കാൻ നിങ്ങൾ നശിച്ച് കാണാനൊന്നുമല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായ മോശമായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനൊന്നും പറ്റുമൊന്നുമില്ല. ദേ ആർ ഓൾസോ ഹ്യൂമൻസ്. നമ്മൾ അവരുടെ ഭാഗം കേട്ടു, ഇനി നിങ്ങളുടെ ഭാഗം കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ കൂടെ നമ്മൾ ആക്ച്വലി നിൽക്കുന്നതായിരിക്കും, സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ രണ്ടു കൂട്ടരെയും കേൾക്കണമല്ലോ. ഇപ്പം എന്തായാലും തൽക്കാലം ഇതുവരെ കേട്ട അപ്ഡേറ്റ്സ് വെച്ചിട്ട്, ഇതുവരെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇന്റർവ്യൂവിന് വന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ കേട്ടോർത്തോടൊക്കെ എന്താണ് അവരുടെ കൂടെ ഇപ്പം തൽക്കാലം നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ വേഷം മാത്രമാണ് കേട്ടിരിക്കുന്നത്. അവരുടെ ഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്നു. നിങ്ങളെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം നിൽക്കുന്നില്ല, ഒലിവിയയുടെ അഗെയിൻസ്റ്റ്. പക്ഷെ ഒലിവിയയുടെ ഭാഗം വന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എക്സ്പ്ലനേഷനും കൂടിയിട്ട് ശേഷമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യമല്ലല്ലോ. കാര്യം നിങ്ങൾ ഇന്റർവ്യൂ അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി, വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആൾക്കാരെ കൊതിപ്പിക്കുന്നു, നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അപ്രോച്ചസ് ആണ് നിങ്ങളുടെ റീൽസിൽ വരുന്നത് അല്ലേ. ലൈക്ക് എന്താണ് 3 മണിക്കൂർ ജോലി, അല്ലെങ്കിൽ എന്താണ് ബാക്കി അടിച്ചുപൊളി, 20,000 തൊട്ട് 40,000, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾ വെച്ച് നീട്ടുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആൾക്കാർ വരും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ നിങ്ങൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വെച്ച് നീട്ടുന്നത് അല്ലേ. അപ്പോൾ 18 തൊട്ട് 28 പ്രായം വരെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വന്നാൽ അപ്രോച്ച് ചെയ്യും. പിന്നെ പല വീഡിയോസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ സൗന്ദര്യത്തിനനുസരിച്ചിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ, സൗന്ദര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തും ചിലപ്പോൾ നിങ്ങളുടെ ആ ഷോപ്പൊക്കെ നിങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും, മാർക്കറ്റിങ്ങിനൊക്കെ നിങ്ങളുടേതായിട്ടുള്ള സൗന്ദര്യ കൺസെപ്റ്റും പരിപാടികളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നതിന് നിങ്ങൾ അത്തരത്തിലുള്ള എന്താണ് പറയുക, എന്താണ് കുട്ടികൾക്ക് സൗന്ദര്യം വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതൊന്നും നിങ്ങൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആൾക്കാരെ കൊതിപ്പിക്കുന്ന തരത്തിൽ ചിരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ റീൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ വളരെ സമാധാന സന്തോഷമൊക്കെ വന്നിട്ടായിരിക്കും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളെ വന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സൗന്ദര്യം വിഷയമാണ്, അല്ലെങ്കിൽ വെളുത്തിട്ടിരിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഇൻസൾട്ട് അല്ലേ, അല്ലെങ്കിൽ അതൊരു തരത്തിൽ മനുഷ്യനെ ഇട്ടിട്ട് ചെവിടുത്ത് അടിക്കണതിന് തുല്യമൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് പരിപാടിയാണ്. പിന്നെ ആരോ എന്തോ പറയുന്നത് കേട്ട് മതമൊക്കെ ചോദിച്ചു, ജാതി എന്തോ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇതൊക്കെ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല. പിന്നെ ഇതൊക്കെ ഇപ്പുറത്തുനിന്നുള്ള അലിഗേഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഈ പറഞ്ഞ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സിന്റെ ഒക്കെ അലിഗേഷൻസ് ആണ്, അവർ വെക്കുന്ന അലിഗേഷൻസ് ആണ്. അലിഗേഷൻസ് കമന്റിലൂടെ ഒക്കെ വന്നു, അത് ചർച്ചയായി. ഇനി ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ, ഈ അലിഗേഷൻസ്, ഈ വന്നിരിക്കുന്ന A to Z അലിഗേഷൻസിനെ കുറിച്ചിട്ടുള്ള ഒലിവിയ ഡിസൈൻസിന്റെ പുറകിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ഈ അലിഗേഷൻസ് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അല്ലെങ്കിൽ അവരുടെ അലിഗേഷൻസിനൊക്കെ ഉള്ള ക്ലിയർ എക്സ്പ്ലനേഷൻ ഇൻ ഡീറ്റെയിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയുകയാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒലിവിയ ഡിസൈൻസിന്റെ കാര്യം മാത്രമല്ല, അത് നമുക്ക് മാറ്റി നിർത്താം, അത് പോട്ടെ, അതൊരു സൈഡിൽ. ഒലിവിയുടെ കഴിഞ്ഞ് ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് ഒന്ന് വന്നോട്ടെ. നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത്
ഒരുപാട് പരിപാടികൾ ആക്ച്വലി നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിൻ്റെ അകത്തും ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. വിദേശത്തേക്ക് ജോബ് അവസരം, ലക്ഷങ്ങൾ സമ്പാദിക്കാം, കോടികൾ സമ്പാദിക്കാം, അങ്ങനെയാണ്, മാങ്ങാത്തുരിയാണ്, തേങ്ങാക്കുരയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ട്രാപ്പിലൊന്നും പോയിട്ട് വീഴത്തൊന്നുമില്ല. പക്ഷേ അങ്ങനെ വീഴുന്ന ആൾക്കാരെ ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷെ ഓരോ ആൾക്കാരുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മോശമായിട്ടുള്ള സാഹചര്യം, പണത്തിന് അത്യാവശ്യം, അല്ലെങ്കിൽ ജോലിയില്ലാത്തൊരവസ്ഥ, വീട്ടിലത്തെ അവസ്ഥ, കുടുംബാവസ്ഥ, അത്തരത്തിൽ ദയനീയമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് അവരെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആഡ് ഇറക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അവര് പാവങ്ങൾ ഇത്തരത്തിലുള്ള ആഡൊക്കെ കാണുന്ന സമയത്ത് അതിലേക്ക് അങ്ങ് പോയി വീഴും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യും. അവസാനം അവർ പറയുന്ന ഫോമും പണ്ടാരും ഒക്കെ ഫില്ലപ്പും പരിപാടികളൊക്കെ ചെയ്യും. അവസാനം എന്താവും, അവരിങ്ങോട്ട് നിങ്ങൾ ഇത്ര പൈസ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്ര പൈസ നിങ്ങൾ തരേണ്ട ഒരു ആവശ്യമുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഫീ, അല്ലെങ്കിൽ മറ്റേ ഫീ, മറിച്ച ഫീ, 2000 രൂപ, 2500 രൂപ, 3000 രൂപ, 5000 രൂപ, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ളൊരു സംഭവമൊക്കെ പറയും. അപ്പോൾ പാവങ്ങൾ ഇതും കേട്ടിട്ട് പൈസയൊക്കെ അയച്ചു കൊടുക്കും. പൈസ അയച്ചു കൊടുക്കുന്നത് മാത്രമേ ആക്ച്വലി ഓർമ്മയുണ്ടാവുള്ളൂ. പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ യാതൊരു വിവരവും ആക്ച്വലി ഉണ്ടാവത്തില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ വിദേശ ജോലി, ഈ എന്താണ് ഇത്രയും ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആഡ് കാണുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ അങ്ങനെ വിദേശത്തേക്ക് അങ്ങനെ ഒന്നും എത്താൻ വേണ്ടി പറ്റുന്നില്ല. യൂറോപ്യൻ കൺട്രീസിലോട്ടൊന്നും നിങ്ങൾക്ക് അങ്ങനെ എത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അത് FBയിലൊക്കെ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടായ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. IELTS എഴുതണം, അതിൽ എത്രയോ സ്കോർ വേണം, അതിനുശേഷം ഹെൽത്ത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പുറകെയൊക്കെ ഓടണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് പോകാനൊക്കെ പറ്റണത്. അപ്പോൾ ഇതൊന്നുമില്ലാണ്ട് വെറുതെ FBയിൽ ആരൊക്കെയോ ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ്, നിങ്ങൾ വിദേശ ജോലി, ഇത്ര ശമ്പളം, എന്താണ് കുതിപ്പിക്കുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴേക്കും നിങ്ങൾ അതിലേക്കൊന്ന് എടുത്ത് ചാടി പണ്ടാറടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവസാനം ട്രാപ്പിലാവരുത്. അവസാനം കയ്യിൽ ഉള്ള കാശും കളഞ്ഞിട്ടുള്ളതും പോയി പൊള്ളക്കണമെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി ഇതെത്തും. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇവൻ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഹോട്ടലിൻ്റെ പേരൊന്നും പറയില്ല, ഒരു ഹോട്ടലാണെന്ന് ഞാൻ പറയാം, വിദേശത്തുള്ളതാണ്, ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ഒരു ഹോട്ടലിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഇവൻ്റെ CV ഒക്കെ അയച്ചു കൊടുത്തു. CV അയച്ചു കൊടുത്തപ്പോൾ അവന് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവൻ അയച്ചു കൊടുത്ത CVക്കുള്ള മറുപടി കിട്ടി. ഓക്കെ, യു ആർ സെലക്ടഡ് ഫോർ ദ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെയിലൊക്കെ വന്ന്. അപ്പോൾ അവസാനം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൈപ്പൊക്കെയാണ്. അപ്പോൾ ഇവ സ്കൈപ്പിൽ അറ്റൻഡൊക്കെ ചെയ്തു. എന്തൊക്കെയോ ഭയങ്കര കാഷ്വലായിട്ട് ഭയങ്കര ഫോർമലായിട്ടൊക്കെ ഇവരുടെ ഇൻ്റർവ്യൂസും പരിപാടികളൊക്കെ സ്കൈപ്പിലൂടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അതിനുശേഷം ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ ആ ഹോട്ടലിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ വരുന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിരിക്കുന്ന സമയത്താണ് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇവൻ്റെ മെയിലിലേക്ക് വരുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നോക്കിയപ്പോൾ എന്താണ്, അടിപൊളി അപ്പോയിൻമെൻറ്റ് ലെറ്റർ, കൃത്യമായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ആരും അത് ഫേക്ക് ആണെന്ന് പറയില്ല, കിട്ടില്ല അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ആ ഹോട്ടലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് അടിപൊളി സാധനം, ഒറിജിനൽ ആണെന്നേ പറയുള്ളൂ. പക്ഷെ എന്താണ്, ബാക്കി ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കണം. അത് ആ മെയിലിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു മെയിലിൽ അവർ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും എമൗണ്ട്, ഇപ്പോൾ ബാങ്കിൽ ഇത്ര എമൗണ്ട് കാണിക്കണം എന്ന് പറയുന്നത് പിന്നെയും കൺവിൻസിങ് ആണ്. അതിൻ്റെതായ ഫോർമാലിറ്റി ഉണ്ടാവുമല്ലോ. നമ്മുടെ ബാങ്കിൽ ഇത്ര എമൗണ്ട് കാണിക്കണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്യണം ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട്. പേ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി അങ്ങോട്ടുള്ള വിസയുടെ പ്രോസസ്സ് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുകയുള്ളൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണ സമയത്ത് നിങ്ങൾ ഉറപ്പിച്ചോ, പറ്റിച്ച് നിങ്ങൾ കാശ് കൊടുക്കാൻ നിൽക്കരുത്, പറ്റിച്ചു. അതൊന്നും നടക്കണ പരിപാടിയൊന്നുമില്ല. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നത് എന്നുള്ളൊരു സംഭവം. അത് ഉടായ്പാണെന്നുള്ളൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ ഇത്തരത്തിലുള്ള ഒരുപാട് തരികിട പരിപാടികൾ സോഷ്യൽ മീഡിയക്കകത്ത് ആക്ച്വലി നടക്കുന്നുണ്ട്. സോ ഇത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് എല്ലാവർക്കും പണവും ജോലിയും പരിപാടികളൊക്കെ അത്യാവശ്യമാണ്. ഇതില്ലാണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കുടുംബത്തിൽ പ്രാരാബ്ദവും കാര്യങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാകും. പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത്, സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ജോലി, പൈസ, വാഗ്ദാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പെട്ടെന്ന് കയറിയിട്ട് എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചാടുകയാണെന്നുണ്ടെങ്കിൽ ചാടിയ ആൾക്കാരുടെ തലയിൽ തന്നെ ഇരിക്കും കുറ്റം. ചാടിയ ആൾക്കാർ തന്നെ കൊടുക്കും. അല്ലാണ്ട് എന്താണ് പറയുക, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പറ്റിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ വർത്തമാനം പറയാൻ വേണ്ടി പറ്റും, അവർക്കെതിരെ കേസിന് പോകാൻ വേണ്ടി പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കെതിരെ കേസിന് പോകണമെന്നേ? ഒക്കെ വിദേശത്തുള്ള പരിപാടികളല്ല. ആർക്കെതിരെ കേസിന് പോകണം? ഇവിടെ നമ്മൾ മണ്ടന്മാരായിട്ട് ഇരിക്കേണ്ടി വരും. ഇതൊക്കെ ആൾക്കാരെടുത്ത് പോയി ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ മണ്ടന്മാരായിട്ട് അങ്ങ് മുദ്ര കുത്തും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒലിവിയ വിഷയത്തിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് വന്നു എന്ന് മാത്രം. വീണ്ടും ഒലിവിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അവർക്കെതിരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇപ്പോൾ അവരുടെ എഗ്രിമെൻറ്റ്
എന്താണ് അവർക്ക് അവരുടേതായ ബോണ്ട്, അവരുടേതായിട്ടുള്ള ചില ലീഗലായിട്ടുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും. അത് പരമാവധി അത്തരത്തിലുള്ള ബോണ്ടും എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒപ്പിടാൻ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുക. സ്നേഹം കൊണ്ട് പറയണം. നിങ്ങൾ ആ ബോണ്ട് പേപ്പറോ അല്ലെങ്കിൽ എഗ്രിമെന്റ് പേപ്പറോ എന്തോ ആയിക്കോട്ടെ, നിബന്ധനകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് മാത്രം നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ എഗ്രിമെന്റ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള നിബന്ധനകളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് നിങ്ങൾ സമ്മതം കൊടുത്തിട്ട് നിങ്ങൾ ഒപ്പിട്ടിട്ട് അവിടെ പോയിട്ട് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി മാറുന്നത്. അപ്പം നിങ്ങൾ നിയമപരമായി പോയാലും അവരതിൻ്റെ അകത്തുനിന്ന് ഊരിപ്പോരും. അവരെല്ലാം ലൂപ്പ് ഹോൾ അടച്ചിട്ടായിരിക്കുമല്ലോ എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണത്. അപ്പം നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇനി അഥവാ നിങ്ങളുടെ മുമ്പിലേക്ക് എഗ്രിമെന്റ് ഫോം നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്കത് വായിക്കാനുള്ള സമയം അവർ തന്നില്ല, അല്ലെങ്കിൽ അവർ വായിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഓടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് മുങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മുങ്ങുക. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അത് വായിച്ചിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, മനസ്സിലാക്കിയിട്ട് ഒപ്പിടാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്കത് നിങ്ങളത് വായിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, പെട്ടെന്ന് ഒപ്പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അവർ കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പിടാൻ നിൽക്കരുത്. നിങ്ങൾ അവിടെ നിന്ന് മുങ്ങുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം ഒപ്പിട്ടാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും, എന്ത് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും ആ അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയാം, കമന്റിലൂടെ പറയാമെന്നല്ലാണ്ട് നിയമപരമായി പോയി കഴിഞ്ഞാൽ അവരുടെ ലീഗൽ പേപ്പേഴ്സും ബോണ്ട് പേപ്പേഴ്സും എഗ്രിമെന്റ്സും പരിപാടികളൊക്കെ വെച്ചിട്ടങ്ങ് എന്താണ് പറയുക, അവർ വാദിക്കും. അതോടുകൂടിയിട്ട് ഇത് എവിടെ എത്താതെ പോകാന്നല്ലാണ്ട് എന്താണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ വീണ്ടും പറയുന്നു, ഒലീവിയയുടെ കേസിൽ അവർക്ക് പറയാനുള്ളത് അവരും പറയട്ടെ, അവർക്ക് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടെ ഭാഗങ്ങൾ ആക്ച്വലി ഉണ്ടാവും, അവരും പറയട്ടെ. പിന്നെ ഈ എലിഗേഷൻസ് വെച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ ഒക്കെ ഈ ഷോപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ നിയമപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരില്ല, ഒരുപാട് ആൾക്കാരില്ല, നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊക്കെ നിന്നിട്ട് ഇവർക്ക് അഗെയിൻസ്റ്റ് പോരാടാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ രണ്ടുപേരും, ഒലീവിയക്കാരും ഈ എലിഗേഷൻ വെച്ച ആൾക്കാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോരാടൂ നിയമപരമായിട്ട്, എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കൂ. അപ്പോൾ അതായിരിക്കും റൈറ്റ് ആയിട്ടുള്ളൊരു വേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഒലീവിയുടെ കാര്യം നമുക്ക് വീണ്ടും ഒന്ന് വിടാം. അടുത്തൊരു കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് കിടക്കട്ടെ. ഈ സിനിമ ഓഡീഷൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, സിനിമ ഓഡീഷൻ, അത് സോഷ്യൽ മീഡിയയിലും ഉള്ളൊരു ഉടായ്പ പരിപാടികളൊക്കെ തന്നെയാണ്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ ഈ പറഞ്ഞ ഡയറക്ടറുടെ പേര്, പ്രൊഡ്യൂസറുടെ പേര്, അല്ലെങ്കിൽ നടൻ്റെ പേര് ഒരു പുല്ലും കൊടുക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് കാസ്റ്റിംഗ് കോൾ ഫോർ അനദർ മൂവി, ന്യൂ മൂവി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പെൺകുട്ടികൾ ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെ, ആൺകുട്ടികൾ ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെ, മുതുക്കന്മാർ ഇത്ര പ്രായം തൊട്ട് ഇത്ര പ്രായം വരെ, മുതുക്കികൾ ഇത്ര പ്രായം തൊട്ട് ഇത്ര വരെ എന്നൊക്കെ ഉള്ളൊരു ഇത് കൊടുക്കും. എന്നിട്ട് ഒരു വാട്സാപ്പിൻ്റെ നമ്പറും കൊടുക്കും, അതിലേക്ക് ഫോട്ടോയും പണ്ടാരോ ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും. നിങ്ങളുടെ അടുത്ത് വിളിക്കേണ്ടതെന്ന് പറയും കേട്ടോ. വിളിക്കേണ്ട പരിപാടികളൊന്നുമില്ല. വാട്സാപ്പിലേക്ക് നിങ്ങളുടെ അടുത്ത് അയക്കാൻ പറയും. നിങ്ങൾ അവസാനം അയക്കും. നിങ്ങൾ അയക്കുന്ന സമയത്ത് നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും സെലക്ട് ആവും കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും സെലക്ട് ആവും. പക്ഷെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഡീഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഓഡീഷനും അറ്റൻഡ് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസും പരിപാടികളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്താവും, ഈ ഇവര് നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ നായകനൊക്കെ ആക്കാം, നിങ്ങൾക്ക് ചാൻസും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാശ് തരേണ്ടി വരും. ഇങ്ങോട്ട് ഇത്ര ഉറുപ്പ്യ നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് ഇടേണ്ടി വരും. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾ എന്തായാലും കൺഫേം ചെയ്തിട്ട് തരാം, അല്ലാന്നുണ്ടെങ്കിൽ തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. അതിൽ ബുദ്ധിയുള്ള ആൾക്കാർ വീഴാതെ രക്ഷപ്പെടും. അല്ലാതെ ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അഭിനയം എന്ന് പറഞ്ഞ് പ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർ ശരി കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റോൾ എന്തായാലും ഉറപ്പാവില്ല, കിട്ടുകയാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ ചെന്നങ്ങ് വീഴും. അവസാനം കാശും പോയി, അങ്ങനെ ഒരു സിനിമയും ഇല്ല, ഒരു പുല്ലും ഇല്ല. അവരുടെ വാർഡ് നോക്കിയിട്ട് അടുത്ത സ്ഥലം പിടിച്ചിട്ട് ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവരുടെ വാർഡ് നോക്കി മുമ്പോട്ട് പോകും. ഇങ്ങനെയുള്ള പരിപാടി സിനിമയുടെ ഓഡീഷൻ്റെ കേസിലും ആക്ച്വലി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓഡീഷനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോ, പക്ഷേ ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡയറക്ടർ, സിനിമാ നടന്മാർ, പ്രൊഡ്യൂസേഴ്സ് ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജുകളിൽ ഇടുന്നതിൽ മാത്രം പരമാവധി നിങ്ങൾ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്. അല്ലാതെ ഈ ഡയറക്ടറുടെ പേരുമില്ല, പ്രൊഡ്യൂസറുടെ പേരുമില്ല, ആക്ടറുടെ പേരുമില്ല, ഒരു തേങ്ങയില്ല, വെറുതെ ഒരു കാസ്റ്റിംഗ് കോളെന്നും പറഞ്ഞു കൊടുത്ത് ഒരു വാട്സാപ്പ് നമ്പറും കൊടുത്ത് പ്രായപരിധിയും പരിപാടികളും കൊടുത്തിട്ട് അങ്ങ് ഇടുന്നതിനെ നിങ്ങൾ അത്ര കാര്യമായിട്ട് ഗവനിക്കേണ്ടതില്ല. അത്ര കാര്യമായിട്ട് നിങ്ങൾ അതിനെ വിശ്വസിച്ചിട്ട് അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം കുറേ വേസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. സമയം വേസ്റ്റ് ആവും. നിങ്ങളുടെ അടുത്ത് ഒന്നല്ലെങ്കിൽ കാശ് ഉപയോഗിക്കും. അത് നിങ്ങളുടെ ഓഡീഷനൊക്കെ നേരിട്ട് വിളിക്കും, മനസ്സിലായ നിങ്ങളുടെ പെർഫോമൻസൊക്കെ അവർ കാണും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ് വേണമെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ലൈൻ പിടിക്കും. അപ്പോൾ നിങ്ങൾ കാശ് കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് കാശ് കൊടുക്കാതെ നിങ്ങൾ മുങ്ങിയാലും നിങ്ങളുടെ നിന്ന് കാശ് പോയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ ഈ
എന്താണ് സിനിമയിൽ വരയ്ക്കും കൊതിച്ച് ഈ കാസ്റ്റും കോളും പരിപാടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾ അത്രയും ദൂരെ പല ഇടങ്ങളിൽ നിന്നായിരിക്കും പലരും ഓഡീഷനൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയി നിങ്ങളുടെ സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് പണ്ടാരടക്കിയിട്ട് ആയിരിക്കും നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തോരം അവസ്ഥയാണത്, എന്തോരം ടൈം വേസ്റ്റ് ആണത്. സോ ഇതും കൂടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പല തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ നല്ല പക്ക ഉടായ്പ് പരിപാടികൾ നടക്കുന്നുണ്ട്, പറ്റിക്കാനായിട്ടിരിക്കുന്ന കുറേ ടീമുകൾ ഒരു സൈഡിൽ കൂടെ ആക്ച്വലി ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കാനായിട്ടല്ല, പക്ഷെ നിയമപരമായിട്ട് പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസും എഗ്രിമെന്റിലും പരിപാടികളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രീതിയിലെ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അത് ഉടായ്പെന്നല്ല, പക്ഷെ അതിലേക്ക് പോയി പെടുന്നതിന് മുമ്പ്, അത്തരത്തിലുള്ള ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് നന്നായി ചിന്തിക്കുക, നന്നായി കാര്യങ്ങളെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കുറേ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രം അതിലേക്കൊക്കെ പോയി തലവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ ശമ്പളം ഇത്ര കിട്ടുന്നു, അല്ലെങ്കിൽ 3 മണിക്കൂർ ജോലിയുള്ളൂ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള സമയം അടിച്ചുപൊളി, ഫുഡ് അക്കോമഡേഷൻ ഫ്രീ, അത് ഇത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്കൊന്നും എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എടുത്തും ചാടി നിങ്ങൾ ബോണ്ട് ഒപ്പിട്ട് എഗ്രിമെന്റും സൈനിട്ട് അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ആവുകയാണ് ആക്ച്വലി ചെയ്യണത്. കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടാൽ പിന്നെ എന്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്? പിന്നെ എനിക്ക് അറിയില്ല ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാൻ വേണ്ടി പോകണമെന്നുള്ളത്. ബാക്കിയൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നോക്കാം. അവർ നാളെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവരുടെ എക്സ്പ്ലനേഷൻ കൊണ്ടൊക്കെ വരുന്നല്ലേ പറയണം. എന്തായാലും അവർ കൊണ്ടുവരട്ടെ, നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ബൈ.